മതപരിവർത്തനത്തിൻ്റെ പേരിൽ 2 പേർ മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായിട്ടുണ്ട്. മലയാളികളായിട്ടുള്ള ഫാദർ സുധീർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാസ്മിൻ, തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളാണ്. CSI പള്ളിയുടെ ഫാദറും ഭാര്യയുമാണ്. ഇവർ 2 പേരുമാണ് മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ അറസ്റ്റിലായിരിക്കുന്നത്. ശരിക്കും മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഇങ്ങനെ അറസ്റ്റൊക്കെ ചെയ്യാൻ കഴിയുമോ? പിന്നെ, കാരണം ഫോഴ്സ്ഫുൾ കൺവേർഷൻ, ഒരാൾക്ക് അയാളുടെ ഇച്ഛയ്ക്കനുസരിച്ച് അയാൾ സ്വന്തം നിലക്ക് ഒരു വിശ്വാസത്തിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് മാറുന്നതും ബോധപൂർവം ശക്തി ഉപയോഗിച്ച് ഒരാളെ മതം മാറ്റുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ ഫോഴ്സ്ഫുൾ കൺവേർഷന് നിയമം മൂലം മഹാരാഷ്ട്ര അടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിരോധിച്ചിരിക്കുന്ന നിയമത്തിലെ ഏതെങ്കിലും വകുപ്പുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിയമ ലംഘനത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഛത്തീസ്ഗഡിലായാലും മധ്യപ്രദേശിലായാലും അതുപോലെ രാജസ്ഥാനിലായാലും ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം പോയിട്ട് ഇത് ബോധപൂർവം പോയിട്ട് മാസ് കൺവേർഷൻ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള നിയമ നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ ഈ മലയാളി വൈദികന് ആയതുകൊണ്ട്, അദ്ദേഹവും ഭാര്യയും ആയതുകൊണ്ട് നടപടി എടുക്കാൻ പാടില്ല എന്നാണ് വാദം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈദികനും ഭാര്യയുമാണ് ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്, അതുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കരുത് എന്നാണ് വാദമെങ്കിൽ ആ വാദം നിലനിൽക്കുന്നതല്ല. കാരണം നിയമത്തിൽ വൈദികനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും വേർതിരിച്ച് കാണുന്നില്ല. നിയമം എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിൽക്കില്ല. ആ വാദം ശരിയാകില്ല. ഇനി രണ്ടാമത് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് അത് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയോ വിട്ടയക്കപ്പെടുകയോ ചെയ്യും. അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോഴ്സ്ഫുൾ കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അതും ക്രിസ്തു മതത്തിലേക്കും ഫോഴ്സ്ഫുള്ളായിട്ടുള്ള കൺവേർഷൻസും നടന്നിട്ടുണ്ട്. മുസ്ലിം മതത്തിലേക്ക് മാത്രമല്ല, ക്രിസ്തു മതത്തിലേക്കും ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടത്തിയിട്ടുണ്ട്. ക്രിസ്തു മതത്തിലേക്ക് ഫോഴ്സ്ഫുൾ കൺവേർഷൻ പ്രധാനമായിട്ടും നടത്തിയത് ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന ഒരു പാതിരി ഇവിടെ വന്നിട്ട് നടത്തിയതാണ്. പോർച്ചുഗീസ് പാതിരി വന്നിട്ട് നടത്തിയതാണ് ഏറ്റവും കുപ്രസിദ്ധം എന്ന് പറയാവുന്ന വളരെ ഫോഴ്സ്ഫുള്ളായിട്ടുള്ള കൺവേർഷൻ. അത് കേരളത്തിൽ, ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതിനെ നമുക്ക് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയും അത് അനേകം പേരെ, ഇത് 10,000-കണക്കിന് പേരെ അദ്ദേഹം കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹം 1542 ജനിച്ചിട്ട് 42 തുടങ്ങി 52 വരെയുള്ള 10 വർഷക്കാലം അദ്ദേഹം ഗോവയിലായിരുന്നു. അപ്പോൾ എല്ലാ മൗലികവാദികളെ പോലെ ഇദ്ദേഹവും പറഞ്ഞത്, ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി ഒന്നും ശരിയല്ല, ഇവിടെ യഥാർത്ഥത്തിലുള്ളൊരു മതമില്ല, ഇവിടെ ഉള്ള മതങ്ങളെല്ലാം തന്നെ മതവിരുദ്ധമായ കാര്യങ്ങളാണ്, അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള മതം ഞാൻ പറയാം. ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1546 അദ്ദേഹം ഇൻക്വിസിഷൻ പ്രഖ്യാപിച്ചു, മതദ്രോഹ വിചാരണ. ആരാണ് മതദ്രോഹ വിചാരണ എന്നറിയാമോ? ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ വിസമ്മതിക്കുന്നവരാണ് ഒരു വിഭാഗം, അവർ മതദ്രോഹരായിട്ട് മാറി. രണ്ടാമത്തൊരു വിഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ പീഡനം സഹിക്കവയ്യാതെ ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം ഹിന്ദുമതം ആചരിക്കുന്നവരെ, അവരെയും പുള്ളി ഇൻക്വിസിഷന് വിധിക്കാൻ വേണ്ടി ശ്രമിച്ചു. 50 പേരെ ജീവനോടെ അദ്ദേഹം ചുട്ടുവന്നിട്ടുണ്ട്. ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന കക്ഷി. ഇദ്ദേഹത്തിൻ്റെ പീഡനം സഹിക്കവയ്യാതെയാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണരെ അവിടെ നിന്ന് അവരുടെ വിഗ്രഹവുമായി കടൽ മാർഗം കേരളത്തിൻ്റെ തീരപ്രദേശത്ത് എത്തിച്ചേർന്നത്. കൊങ്കൺ തീരം എന്ന് പറയുന്ന
ആ കേരളത്തിലെ തീരപ്രദേശത്ത് നമ്മുടെ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെയും കുടുംബികളുടെയും ഒരു സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാകാനുള്ള പശ്ചാത്തലം ഇതായിരുന്നു. ഇദ്ദേഹം കന്യാകുമാരിയിൽ വന്ന് വ്യാപകമായിട്ട് മതപരിവർത്തനം നടത്തിയ ഒരാളാണ്. ആ മതപരിവർത്തനം മുഴുവനും ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആയിരുന്നു. അങ്ങനെ മതപരിവർത്തനം നടത്തി ക്രിസ്തുമതത്തിൽ ആളെ കൂട്ടിയിരുന്ന ഒരു ചരിത്രം ക്രിസ്തുമതത്തിനുണ്ട്. അതിപ്പോൾ ആരും പറയാറില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഈ ഗോവ ഇൻക്വിസിഷൻ്റെ കാലത്ത് നൂറുകണക്കിന് അമ്പലങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നൂറുകണക്കിന്. മനസ്സിലായില്ലേ? അത് കൂടാതെ വേറൊരു ക്രൂരത എന്താ അറിയാമോ? കൊങ്കണി ഭാഷ നിരോധിച്ചു. എന്നാലോചിച്ച് നോക്ക്. അദ്ദേഹം ചെയ്ത കാര്യമാണ് ഞാനീ പറയണം. അദ്ദേഹം കൊങ്കണി ഭാഷ നിരോധിച്ചു. ഹിന്ദു ആചാരങ്ങൾ നിരോധിച്ചു. ഇതൊക്കെ സമാധാനപൂർവമായിട്ട് നടത്തിയ കാര്യങ്ങളാണെന്ന് ആരും പറയില്ലല്ലോ. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഒരുപാട് പേരെ ചുട്ടു കൊന്നിട്ടുണ്ട്. അതിൽ 50 പേരെ ചുട്ടു കൊന്നതിൻ്റെ രേഖകൾ ഉണ്ട്. 50 കൂടുതൽ 57 കണക്കും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളുടെയും ഹിന്ദുക്കളുടെയും വസ്തുവകകൾ കയ്യേറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പശ്ചാത്തലം ക്രിസ്തുമതത്തിനുണ്ട് എന്നുള്ള കാര്യം നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് ഇവർ പറയുന്ന രീതിയിൽ യേശുദേവൻ്റെ സ്നേഹസന്ദേശം പ്രചരിപ്പിക്കുന്നതല്ല. ഇതൊന്നും സ്നേഹസന്ദേശമല്ലല്ലോ. 10,000 മനുഷ്യരാ അവർ എത്രയോ സഹസ്രാബ്ദങ്ങളായി ജനിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് അവരെ ബലം പ്രയോഗിച്ച് മാറ്റി മറ്റൊരു മതത്തിൻ്റെ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് നമുക്ക് എങ്ങനെയാണ് സ്നേഹസന്ദേശ പ്രചാരണമായിട്ട് കരുതാൻ കഴിയുക? ആ പ്രവൃത്തിക്ക് എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും: യേശുദേവൻ്റെ ജീവിതവും സന്ദേശവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. യേശുദേവൻ്റെ പേരിൽ യേശുദേവന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഈ ഫ്രാൻസിസ് സേവ്യറിൻ്റെ കാര്യം പറയുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം ഈ മാസ് കൺവേർഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം 30,000 പേരെ അദ്ദേഹം ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കിടക്കുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന കാര്യം ക്രിസ്തു മതത്തിൻ്റെ മതപ്രചാരണ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടന്നിട്ടുണ്ട്. ഹിന്ദു ആചാരങ്ങളെ ബാൻ ചെയ്തിട്ടുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഹൈന്ദവരുടെ ആചാരങ്ങൾ നിരോധിക്കപ്പെടുകയും അവരുടെ വസ്തുവകകൾ കയ്യേറ്റപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലവും കൂടി ഉള്ളതുകൊണ്ടാണ് മതപരിവർത്തന നിരോധന നിയമം പാസ്സാക്കപ്പെടുന്നത്. അങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് ദുർബലരായ ജനങ്ങൾക്ക് മേലിത് അടിച്ചേൽപ്പിക്കരുത്. ഈ മതപരിവർത്തനത്തെ ഏറ്റവും ശക്തമായി ഇന്ത്യയിൽ എതിർത്തിരുന്ന ഒരാൾ മഹാത്മാഗാന്ധിയാണ്. എന്തായാലും മഹാത്മാഗാന്ധിയേക്കാളും മഹത്വമോ മതേതര സ്വഭാവമോ ഉള്ളവരല്ലല്ലോ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനും. സംശയമില്ലല്ലോ ആ കാര്യത്തിൽ. അവർക്കും സംശയം ഉണ്ടാകാനിടയില്ല. ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനും മഹാത്മാഗാന്ധിയേക്കാൾ മഹാനാണ് എന്നുള്ള കാര്യം അവർ പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുന്നില്ല. ആ മഹാത്മാഗാന്ധി തനിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ താൻ മതപരിവർത്തനത്തെ നിരോധിക്കും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിലൂടെ നിരോധിക്കുമെന്ന് പറഞ്ഞ്. മാത്രവുമല്ല, മനുഷ്യനും ദൈവത്തിനും എതിരെ നടത്തുന്ന കുറ്റകൃത്യമാണ് മതപരിവർത്തനം എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഫോഴ്സ്ഫുൾ മതപരിവർത്തനം നിരോധിക്കുന്ന നിയമം നിലവിലുള്ളപ്പോൾ അതിന് വിരുദ്ധമായി ഒരച്ഛനും ഒരു പാതിരിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സ്വാഭാവികമായിട്ട് നടപടി വരിക എന്നത് തന്നെ ചെയ്യും. ഇത് പാതിരിമാരും അല്ലെങ്കിൽ അവരുടെ ക്രൈസ്തവ മിഷന് പാതിരിമാരും അവരുടെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ അവരുടെ സംഘവുമാണ് അവർ ചെയ്തതാണെങ്കിൽ അത് നിയമവിരുദ്ധമാണെങ്കിലും നിയമവിധേയമായിരിക്കണം എന്ന സമീപനം നടക്കില്ല. അതാണ് അതിൻ്റെ കാര്യം. അത് നടക്കില്ല എന്നുള്ള കാര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് 25 പേരെ അങ്ങോട്ട് പോയി
30 പേര് ഇങ്ങോട്ട് പോയി. ഉടനെ തന്നെ ഓടിപ്പോയി ജയിലിൽ പോയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്തവരെ കാണുക. എന്നിട്ട് അവരെ എന്താണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയ മഹാന്മാരെ കാണുന്ന രീതിയിൽ കാണുകയും അവർക്ക് അതുപോലെ ആദരവ് കൊടുക്കുകയും അവരെ ഇറക്കിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു രീതി എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ശരിയായ രീതി അല്ല എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അങ്ങനെയൊന്നുമല്ല. നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇന്നിപ്പോൾ ഇപ്പോൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള ശക്തമായിട്ട് അതിനെ എതിർത്തിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ റഹീമാണ്. ഏത്? എ റഹീം. അതെങ്ങനെയാണ്? അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ട്. ഏത് ഭാഷയിലാണ് എഴുതിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏത് ഭാഷയിലാണ് അദ്ദേഹം കത്തെഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രശ്നം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഒരു ഭാഷയും നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു കഴിഞ്ഞ്. അദ്ദേഹം ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് ഈ കോളേജിൽ മുഴുവൻ. അദ്ദേഹം തിസീസ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത്രയൊക്കെ എഴുതിയതിന് ശേഷമാണ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പറയണമെന്നുണ്ടെങ്കിൽ മൊത്തം കമ്മ്യൂണിസ്റ്റുകാരുടെ ഇംഗ്ലീഷ് പരിശോധിക്കേണ്ടതാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഡിഗ്രി കിട്ടുന്നതാണ് വലിയ അത്ഭുതം. ഡിഗ്രി കിട്ടുന്നതല്ല, PhD എടുത്തിട്ടില്ലേ? PhD കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടാകണമല്ലോ, അതൊക്കെ എഴുതി കൊടുക്കണമല്ലോ. അതേ ഇനി വർക്ക് ചെയ്യാതെ അവർക്ക് കിട്ടുക. പിന്നെ LLBയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി വിലാസം കോളേജിൽ നിന്നായതുകൊണ്ട് അത് പിന്നെ നമ്മളൊന്നും പറയുന്നില്ല. അവിടെ അങ്ങോട്ട് പോകുന്നവർക്കും ഇങ്ങോട്ട് പോകുന്നവർക്കും ഒക്കെ LLB കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ രാഷ്ട്രീയക്കാരും LLB എടുക്കുന്ന അവിടെ നിന്നാണ്. അവരാരും അങ്ങോട്ട് പോകാറില്ല. അവരവിടെ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ വരുമ്പോൾ LLB ആയിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. അതും ആയിക്കോട്ടെ, അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ അന്വേഷിക്കുന്നുമില്ല, പറയുന്നുമില്ല. പക്ഷേ ഇത്തരം ഒരു സംഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുമ്പോൾ അതിന് അങ്ങനെ കയ്യും കെട്ടി നോക്കി വന്നിട്ട് ശരി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അച്ഛനായാലും ബിഷപ്പായാലും മറ്റാരായിരുന്നാലും നിയമം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആണോ അത് നിരോധിക്കണം. അത് ഒരു കാരണവശാലും അനുവദിക്കുകയും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.